Hello dear student, welcome back to EduValley 2.0. അപ്പോൾ ഈ വീഡിയോ നാളത്തെ ഇക്കണോമിക്സ് എക്സാമിന് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ട 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 6-5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാതും എന്താണെന്ന് ഓടിച്ചിട്ട് ടെക്സ്റ്റ് വൈസ് പറഞ്ഞു തരുന്നുണ്ട്. ഈ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫ്രം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. എല്ലാവരും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വഴി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങളൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ 50 ഡേയ്സിന്റെ ക്രാഷ് ബാച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. ജനുവരി 15 ആകുമ്പോഴായിരിക്കും നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫെബ്രുവരി ലാസ്റ്റ് വരെ ഒരു 50 ദിവസമാണ് ഉദ്ദേശിക്കുന്നത്. കൊമേഴ്സ് സബ്ജക്റ്റുകളായ അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, ബിസിനസ്, മാത്സ് ഇത്രയും സബ്ജക്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് 8 മാർക്കിന് ചോദിക്കാനായിട്ട് ചാൻസ് ഇല്ല. ക്രിസ്മസ് എക്സാം സ്പെഷ്യലായിട്ട് മിസ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് 2-3 ചാപ്റ്റേഴ്സ് ഇല്ല എന്നറിയാം. അതിലുള്ള ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇതിങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഇത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് വെച്ചാല്, കൺസ്യൂമറിന്റെ ഒപ്റ്റിമം ചോയ്സ് ഏതാണ്, ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ട്രാൻസിഷൻ വരുന്നത് കൺസ്യൂമറിന്റെ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് മൈൻഡിൽ ഓടണം, ഇറ്റ് ഈസ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ്. അപ്പൊ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്ന് എഴുതണം, അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതണം, അതിന്റെ ഡയഗ്രാം വരയ്ക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം എന്താ പറയാ, ഇവിടെയാണ് വരുന്നത്. ഇതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന്റെ പോയിന്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് എഴുതുക. പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. അക്കോർഡിംഗ് ടു ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്, കൺസ്യൂമർ അറ്റ് എൻ ഇക്വിലിബ്രിയം പോയിന്റ് വേർ ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്. നമ്മളെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും നിൽക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇതിന്റെ ആ ഒരു ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ സെപ്പറേറ്റ് ഡയഗ്രാംസും ഒരു വീഡിയോ ചെയ്യും, പ്രോബ്ലംസും ഒരു വീഡിയോ ചെയ്യും കേട്ടോ. പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസും അത്രയും 4 വീഡിയോസ് തന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടും. ദെൻ ഇതിന് മുന്നേ 8 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആദ്യം ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് എഴുതാം, ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് എഴുതാം, ഇത് രണ്ടും കൂടി ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് എഴുതാം കേട്ടോ. ഇത്രയും എഴുതി കഴിഞ്ഞ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് അവിടെ 8 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്. ഇത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് 3rd ചാപ്റ്റർ ആണ്. ഇത് നമുക്ക് പ്രോബ്ലം ആണ് വരിക. ഇത് മിസ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രോബ്ലത്തിൽ ഈ 8 മാർക്കിന്റെ പ്രോബ്ലം നമ്മൾ എഴുതും കേട്ടോ. ദെൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കണ്ടീഷൻസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇത് 4th ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം 2, 3, 4 എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് എസ്എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കർവ് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിന് കണ്ടീഷൻസ് ഉണ്ട്. ആ 3 കണ്ടീഷൻസ് ആണ് നമുക്ക് ചോദിക്കാം. അപ്പൊ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതിനുശേഷം മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് ടീച്ച് ചെയ്യണമെന്നും, ദെൻ TR - TC ആണ് നമുക്ക് എന്ത് പ്രോഫിറ്റ് എന്നൊക്കെ നമ്മൾ ആദ്യം എഴുതുക. എന്നിട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ TRT മാക്സിമം പോയിന്റ്, ആ മാക്സിമം പോയിന്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ 3 കണ്ടീഷൻസ് അച്ചീവ് ചെയ്യണം. നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അച്ചീവ് ചെയ്യണം. അത് മാർക്കറ്റ് പ്രൈസ്, ഫസ്റ്റ് വൺ മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു MC, P is equal to MC. MC ഷുഡ് ബി നോൺ ഡിക്രീസിങ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് എഴുതിയാലും മതി. ദെൻ 3ാമത്തെ പോയിന്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ AVC ഓഫ് മിനിമം പോയിന്റ് ഓഫ് AC. അതായത് ഒന്നുകിൽ നമ്മുടെ പ്രൈസ് ലൈന് മിനിമം പോയിന്റ് ഓഫ് AVCയുടെ ഈക്വൽ ആവുകയോ മുകളിലാവുകയോ ചെയ്യണം. ആ 3 കണ്ടീഷൻസും, 1ാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡയഗ്രാം ഇതാണ്, 2ാമത്തെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന ഡയഗ്രാം ഇതാണ്, 3ാമത്തെ കേസ് ഇതാണ്. 3 കണ്ടീഷനും. അപ്പൊ ഇത് 3ഉം കൂടിയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ ഗ്രാഫ് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഇത്രയും ചെയ്താൽ മാത്രമേ നമുക്ക് 8 മാർക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഓഫ്, ഇവിടെ വരെയാണ് മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് നമ്മൾ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മാക്രോയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മാക്രോ ഇക്കണോമിക്സിൽ നമുക്ക് ഇതേപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. നമുക്ക് വരയ്ക്കാനും കർവുകളും അധികം ഇല്ല. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ മെത്തേഡ്സ് ഓഫ്, വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, GDP ഓർ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ചാപ്റ്റർ. നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നാഷണൽ ഇൻകം എന്താണ് ഒരു സെന്റൻസിൽ എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എൻ ഇയർ ഇൻ എൻ അക്കൗണ്ടിങ് പീരീഡ്. ഒരു വർഷം ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അതും ഇൻക്ലൂഡ് ചെയ്യണം. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുമ്പോൾ വരുന്ന
മണി വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. അത് 3 മെത്തേഡുകൾ ഉണ്ട് മെഷർ ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എന്നിട്ട് ഓരോ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണെന്ന് എഴുതുക, അതായത് ഗുഡ്സും വാല്യൂസും പ്രൊഡ്യൂസ് ചെയ്യണതിൻ്റെ ആഡ് ചെയ്യുന്നതാണെന്ന് എഴുതുക. എന്നിട്ട് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എഴുതുക. അതേപോലെ തന്നെ ഗ്രോസ് വാല്യൂ ആഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അത്രയും എഴുതി വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ GDP ഈക്വൽ ടു സിഗ്മ GVA, ഗ്രോസ് വാല്യൂ ആഡഡ്, I ഈക്വൽ ടു 1 അപ് ടു n. ഇങ്ങനത്തെ ഈ ഒരു ഇക്വേഷൻ അവിടെ മസ്റ്റാണ് കേട്ടോ. ദെൻ സെക്കൻഡ് മെത്തേഡ്, ഇത്ര മതി, അല്ലാണ്ട് കുറേ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ദെൻ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എക്സ്പെൻസസ് ഓഫ് ഓൾ ഫോർ സെക്ടേഴ്സ്. അതായത് നമുക്കറിയാം ഏതൊക്കെയാണ്: കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, ഗവൺമെന്റ്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ സെക്ടർ. ഇതിൻ്റെ എല്ലാ എക്സ്പെൻസസും ആഡ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ GDP കിട്ടുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ പറയുന്നത്. ദെൻ മൂന്നാമത്തെ മെത്തേഡിൽ പറയുന്നത് ഇൻകം മെത്തേഡാണ്. ഇൻകം മെത്തേഡിൽ നമുക്ക് എല്ലാ ആഡിങ് ടുഗദർ ഓഫ് ഫാക്ടർ ഇൻകം. ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ ഫാക്ടർ സർവീസസ് ആയ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അവരുടെ ഇൻകംസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോഫിറ്റ്, റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഇൻകം മെത്തേഡ് വഴി GDP കിട്ടുന്നത്. ഈ 3 മെത്തേഡും ഇതേപോലെ ഇക്വേഷൻ ചെയ്തതും എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ 8 മാർക്ക് ഓക്കെ ആവുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ ഫംഗ്ഷൻ. ഇത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, മാക്രോയുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഫങ്ഷൻസ് ഇത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, മോട്ടീവ്സ് ഓഫ് മണി, പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് മണി സപ്ലൈ. ഇത് 3 നമുക്ക് തേർഡ് ചാപ്റ്റർ ആണ് ഫ്രം മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്റർ ആണ്. അവിടെ 3 നമുക്ക് നോക്കി വെക്കാം. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, അതേപോലെ മോട്ടീവ്സ് ഓഫ് മണി അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഓഫ് മണി ഏതാണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് നോക്കണം. ഇവിടെ തിയറി പഠിച്ചാൽ മതി, കംപ്ലീറ്റ് തിയറി ആണ്. വേറെ എന്താ പറയുക, ഇങ്ങനെ ഡയഗ്രാം ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ഡയഗ്രാംസ് ഒന്നുമില്ല. അപ്പം നമുക്ക് ആദ്യം മോട്ടീവ്സ് ഓഫ് മണി എന്താണെന്ന് നോക്കി നോക്കാം. അവിടെ 3 മോട്ടീവ്സ് ഉണ്ട് ശരിക്കും. മോട്ടീവ്സ് ഓഫ് മണി എന്നോ അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ മണി എന്നോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് ഓഫ് മണി എന്നോ ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന് 3 ടൈപ്പ് ഓഫ് മോട്ടീവ്സ് ആണുള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ്, പ്രിക്കോഷണറി മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇതിൽ പ്രിക്കോഷണറി മോട്ടീവ് കുറേ കുട്ടികൾക്കില്ല. കാരണം എന്താ, കുറേ ടെക്സ്റ്റ് ബുക്കിൽ അതില്ല. പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയുമ്പോൾ എമർജൻസി വരുമ്പോൾ നമ്മൾ കാശ് കയ്യിൽ വെക്കുന്നു, അതാണ് പ്രിക്കോഷണറി മോട്ടീവ്. ഓൺലി എമർജൻസീസ്. ആ ഒറ്റ ലൈൻ മാത്രം അവിടെ എഴുതിയാൽ മതി. ദെൻ ട്രാൻസാക്ഷൻ മോട്ടീവ് കുറച്ചുണ്ട്. കാരണം എന്താണ്, അതായത് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് എക്സ്പെൻസസ് ട്രാൻസാക്ഷൻ നടത്താൻ നമ്മൾ കാശ് കയ്യിൽ വെക്കുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോർമുല വഴി എഴുതുന്നു. ഇവിടെ എന്താണ് ട്രാൻസാക്ഷൻ മോട്ടീവ് ഓഫ് മണി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ ആൻഡ് ഡിമാൻഡ് ഫോർ മണി എന്നാണ്, MDT. ദെൻ അതൊരു എന്താ പറയുക ഫ്രാക്ഷൻ ആണെന്നുണ്ട്. ഈ എല്ലാ ഇക്വേഷനും എഴുതണം. ദെൻ ഇവിടെ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം വരുന്നുണ്ട്. വെലോസിറ്റി എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ എത്ര തവണ ഒരു മണി സർക്കുലേറ്റ് ചെയ്യുന്നു, അതവിടെ എഴുതണം. ഇത്രയും എഴുതിയാലാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് കഴിയുള്ളൂ. ദെൻ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. പ്രിക്കോഷണറി മോട്ടീവിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈൻ പഠിച്ചാൽ മതി. പീപ്പിൾ ഹോൾഡ് മണി ഫോർ മീറ്റിംഗ് അൺഎക്സ്പെക്റ്റഡ് കണ്ടിജൻസീസ്. അതായത് ലൈഫിൽ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കാശ് യൂസ് ചെയ്യുന്നു മാത്രം. ആ ഒരൊറ്റ സെൻറ്റൻസ് മാത്രം പ്രിക്കോഷണറി മോട്ടീവിൽ എഴുതിയാൽ മതി. സ്പെക്കുലേറ്റീവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. സ്പെക്കുലേഷൻ നടത്താനായിട്ട് പീപ്പിൾസ് മണി ഹോൾഡ് ചെയ്യുന്നു. കാരണം എന്താ, ബോണ്ട് വാങ്ങുക അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ മറിച്ച് വിൽക്കാനായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിനാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. മാർക്കറ്റ് റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് എഴുതണം, അതൊന്ന് വരച്ചു കൊടുക്കണം. ദെൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോറിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി MDS ആണ്. ദെൻ അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം. ദെൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഓക്കെ ആവും. ഓക്കെ, ഇത് 3 എഴുതിയാലാണ് നമുക്ക് 8 മാർക്ക്. ദെൻ ഈ പാർട്ടിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് നമുക്ക് 8 മാർക്കിന് ചോദിക്കാറുണ്ട് നല്ല രീതിയിൽ. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്? ഇത് നമുക്ക് +1 ഇതേപോലെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് പഠിച്ചവരാണ് ബിസിനസ് സ്റ്റഡീസിൽ. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഒന്ന് നോക്കാം. ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനായിരിക്കും ഒന്നും കൂടി അറിയാത്തത്. പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസിൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഗിവിംഗ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ക്രെഡിറ്റ് ക്രിയേഷൻ, ഇൻവെസ്റ്റ്മെന്റ്. അതിൽ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് എഴുതി കൊടുക്കുക. സെക്കൻഡറി ഫങ്ഷൻസിൽ ഏജൻസി ഫങ്ഷൻ, മിസലേനിയസ് ഫങ്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫങ്ഷൻ.
ഏജൻസി ഫംഗ്ഷൻസിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക, കളക്ട് ചെയ്യുക, ഡിവിഡൻഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മിസലീനിയസ് എന്ന് പറയുമ്പോൾ ATM കാർഡ് കൊടുക്കുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുക, സെയിൽ ഓഫ് പർച്ചേസ് ഓഫ് കറൻസി, ട്രാവലേഴ്സിന് ചെക്ക് കൊടുക്കുക, അണ്ടർ റൈറ്റിംഗ് ഓഫ് ടെലി ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, അതൊക്കെയാണ്. ഡെവലപ്മെന്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ റൂറൽ ഏരിയയിലത്തെ ആൾക്കാർക്ക്, ബാക്ക്വേർഡ് പീപ്പിൾസിന് നമ്മൾ ലോണ് ഒക്കെ ഡിഫറെൻറ്റ് നല്ല സ്മോൾ റേറ്റിൽ ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവരൊന്നൊരു ഡെവലപ്പ് ആവും. അത്രയും കാര്യങ്ങളാണ് ഡെവലപ്മെന്റൽ ഫംഗ്ഷൻസ്. ഇതും 8 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അത് കഴിഞ്ഞു. പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് മണി സപ്ലൈ. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നല്ല രീതിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മോണിറ്ററി പോളിസീസ് ആൻഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് മോണിറ്ററി സപ്ലൈ. എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്? ഒന്ന് റിപ്പോ റേറ്റ്, റിസർവ് റിപ്പോ റേറ്റ്, റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻസ്, ഇത് CRR, SLR, അതൊക്കെ ഇതിൽ എഴുതാം കേട്ടോ. സ്റ്റെറിലൈസേഷൻ ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താലാണ് നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആവുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇതിൽ നമ്മൾ 2 പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെ നമ്മളൊരു വീഡിയോ ഇടും. ദാറ്റ് ഈസ് ഗ്രാഫുകൾ. നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ഗ്രാഫുകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാത്തവരുണ്ട്, മനസ്സിലാവാത്തവരുണ്ട് എങ്കിൽ ആ ഗ്രാഫ് നമ്മൾ ചെയ്യും ഒരു വീഡിയോ. ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു 4-5 പ്രോബ്ലംസ് ഉണ്ട്. ഒരു ബഡ്ജറ്റ് ലൈനിൻ്റെ പ്രോബ്ലം പഠിക്കണം, അതേപോലെ തന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാൻ ഒരു പ്രോബ്ലം പഠിക്കണം, പിന്നെ ഒരു കോസ്റ്റ്. അങ്ങനെ ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് വരും. ഷുവറാണ്. ഈ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇത് 4 മാർക്കിനും കോസ്റ്റ് നമുക്ക് 8 മാർക്കിനും ഒരു 10-12 മാർക്ക് നമുക്ക് ഇക്വേഷനിൽ തന്നെ കിട്ടും. ഇക്വേഷൻ മീൻസ് പ്രോബ്ലത്തിൽ തന്നെ. ഇതിൽ 2ാം പാഠത്തിൽ നാഷണൽ ഇൻകത്തിൻ്റെ ഇക്വേഷൻ ഉൾപ്പെടുത്തില്ല, കാരണം അത് നിങ്ങൾ കാണാപാഠം പഠിക്കുക തന്നെ വേണം, വേറൊരു വഴിയില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എത്രയും വേഗം പഠിക്കാം. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.